ഇനിയോ ഒരാൾ, ഒരു പ്രായമായ ഒരു രക്ഷിതാവ്, ഒരു ഉപ്പാപ്പ, ഒരു ഉമ്മാമ വാഹനമില്ലാതെ ഒരു വികലാംഗനായ ഭിന്നശേഷിക്കാരൻ വണ്ടിയില്ലാതെ റോഡിലൂടെ പ്രയാസപ്പെടുമ്പോൾ അയാളെ നിങ്ങളെ കാറിലോ വാഹനത്തിലോ കയറ്റി ലിഫ്റ്റ് കൊടുത്ത് അയാളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിക്കണം. അതിന്റെ പേരാണ് സയന്റിഫിക് ടെമ്പർ. ആ കാര്യം ബയോളജി പുസ്തകത്തിലുണ്ടോ? കഷ്ടപ്പെട്ട് നടക്കാൻ വയ്യാതായ ഒരാളെ നിങ്ങളുടെ കാറിൽ സ്പേസ് ഉണ്ടെങ്കിൽ കൊണ്ടുപോയി അയാളെ ബസ് സ്റ്റാൻഡിലോ റെയിൽവേ സ്റ്റേഷനിലോ കൊണ്ടുപോയി ഇറക്കി കൊടുക്കണം. അനാവശ്യമായി മത്തി വാങ്ങാനും അയില വാങ്ങാനും ഇന്നോവയും ക്രിസ്റ്റയും എടുത്തു പോയി ഈ വീതി കുറഞ്ഞ റോഡിൽ ബ്ലോക്ക് ഉണ്ടാക്കാൻ പാടില്ല. അത് ഈ പറയുന്ന ഫിസിക്സിലുണ്ടോ, ബയോളജിയിലുണ്ടോ? പക്ഷേ അത് റസൂലുള്ളാഹിന്റെ ഹദീസിലുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈമാനിന് 70 ശാഖയുണ്ടെങ്കിൽ ഒന്നാമത്തെ ശാഖ തൗഹീദ് ആണെങ്കിൽ 70ാമത്തെ ശാഖ ഇമാതത്തുൽ അദാ അനിത് ത്വരീഖ്, അത് റോട്ടിൽ ബ്ലോക്ക് ഉണ്ടാകാതിരിക്കലാണ് എന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതിന്റെ പേരല്ലേ സയന്റിഫിക് ടെമ്പർ. നീ നിന്റെ വീട്ടിൽ കറി വെക്കുകയാണെങ്കിൽ യാ അബാദർ ഇൻ തബഖത മറകതൻ ഫഅക്സിർ മാഅഹാ ഫതആഹദ് ബിഹാ ജിറാനക, ദാരിദ്ര്യ നിർമാർജനം ഉണ്ടാക്കണം. അതല്ലേ സയന്റിഫിക് ടെമ്പർ. സാമൂഹികമായ ഐക്യവും ഭദ്രതയും ഉണ്ടാക്കണം. അതല്ലേ ശാസ്ത്രാവബോധം. അപ്പോ ദാനധർമ്മങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നത്, സക്കാത്ത് നിർബന്ധമാക്കുന്നത്, പരസഹായത്തിന്റെ ഗുണകാംക്ഷയുടെ പാഠങ്ങൾ പഠിപ്പിക്കുന്നത്. നോക്കൂ, ഒരു സയന്റിഫിക് ടെമ്പർ. ആരാണ് ദീനിനെ നിഷേധിക്കുന്നത് എന്നറിയുമോ? പക്ഷെ അതിന്റെ ഉത്തരം എന്താണെന്നറിയോ? ആരാണോ സയന്റിഫിക് ടെമ്പർ ഇല്ലാത്തത് അയാളാണ് അൽ മുകദ്ദിബൂന ബിദ്ദീൻ. ആരാണവർ? أرأيت الذي يكذب بالدين فذلك الذي يدعو اليتيم فلا يحض على طعام المسكين فويل للمصلين الذين هم عن صلاتهم ساهون الذين هم يراءون ويمنعون الماعون. ഉപ്പും തീയും ആളുകൾക്ക് നൽകാത്തവനുമാണ്, ഫണ്ടമെന്റൽ നീഡ്സുകൾ സമൂഹത്തിൽ സപ്ലൈ ചെയ്യാതെ പൂഴ്ത്തിവെക്കുന്നവനുമാണ് ദീനിനെ നിഷേധിക്കുന്നവൻ എന്ന് പരിശുദ്ധ ഖുർആൻ. എവിടെയാണ് സയന്റിഫിക് ടെമ്പർ ഉള്ളത്?